ഇന്നത്തെ ക്ലാസ്സിൽ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നുള്ള ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ചർച്ച ചെയ്യുന്നത്. വ്യക്തിപരമായത് രാഷ്ട്രീയമാണ് എന്ന നിലപാട് സ്ത്രീവാദ പ്രസ്ഥാനങ്ങളുടെ രണ്ടാം തരംഗമാണ് മുന്നോട്ട് വെച്ചത്. സ്ത്രീവാദ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തെ വ്യത്യസ്ത തരംഗങ്ങളായാണ് പൊതുവിൽ കാണുന്നത്. 1960കളിൽ റാഡിക്കൽ ഫെമിനിസ്റ്റുകളുടെ ഗണത്തിൽപ്പെട്ട കരോൾ ഹാനിഷ് എന്ന സ്ത്രീ വിമോചന പ്രവർത്തക അന്ന് നിലവിലിരുന്ന സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉയർത്തിയ വിമർശനം അഥവാ അവർ തയ്യാറാക്കിയ ഒരു കുറ്റപത്രമാണ് പിന്നീട് വ്യക്തിപരമായത് രാഷ്ട്രീയമാണ് എന്ന പ്രത്യയശാസ്ത്രത്തിന് അടിത്തറ ഇടുന്നത്. കരോൾ ഹാനിഷ് സ്ത്രീവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉയർത്തിയ ആരോപണക്കുറിപ്പിന് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നൊരു തലവാചകം തന്നെ ഉണ്ടായിരുന്നില്ല. ദോത്തിയുടെ സ്ത്രീ വിമോചന ചിന്തകൾക്കെതിരെയുള്ള ചില പ്രതികരണങ്ങൾ എന്ന തലക്കെട്ടിലെഴുതിയ ലേഖനത്തെ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന തലക്കെട്ടിലേക്ക് എഡിറ്റ് ചെയ്ത് മാറ്റിയത് ഷുലാമത്ത് ഫെയർസ്റ്റോണും അന്ന കോയിഡും ചേർന്ന് ആണ്. ഇവർ രണ്ടുപേരും ചേർന്ന് എഡിറ്റ് ചെയ്ത സ്ത്രീകളുടെ വിമോചനം എന്ന പുസ്തകത്തിലാണ് ആദ്യമായി പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന തലവാചകം ഉപയോഗിക്കുന്നത്. അന്നു മുതൽ ഇന്നുവരെ സ്ത്രീ വിമോചനത്തിന്റെ വഴിയിൽ മാത്രമല്ല രാഷ്ട്രീയ തത്വചിന്തയുടെ മേഖലയിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തിയ ചിന്താപദ്ധതിയായി ഈ ആശയം മാറി. വ്യക്തിപരമായത് രാഷ്ട്രീയമാണ്. എന്തുകൊണ്ട്? പരമ്പരാഗത രാഷ്ട്രീയം പബ്ലിക് എന്നും പ്രൈവറ്റ് എന്നും സാമൂഹിക മണ്ഡലത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. കുടുംബം സ്വകാര്യ ഇടമാണ്. ഭരണകൂടത്തിന് സ്വകാര്യ മണ്ഡലത്തിലേക്ക് കടന്നു കയറാനോ സ്വകാര്യ അവകാശങ്ങളെ ഹനിക്കാനോ അവകാശമില്ല. പാശ്ചാത്യ രാഷ്ട്രീയ ചിന്തയിലെ മൗലികമായ കാഴ്ചപ്പാടുകളിലൊന്നാണ് പൊതു സ്വകാര്യ വിഭജനം, പബ്ലിക് പ്രൈവറ്റ് ഡൈക്കോട്ടമി എന്നത്. അരിസ്റ്റോട്ടിൽ മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം വരെ പ്രബലമായി നിന്ന ഈ ആശയത്തെയാണ് കരോൾ ഹാനിഷിന്റെ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന രാഷ്ട്രീയ നിലപാട് തച്ചുടച്ചത്. ഭരണകൂടം, കോടതികൾ, നിയമം, കമ്പോളം എന്നിവയെല്ലാം പൊതു ഇടമാകുമ്പോൾ കുടുംബം സ്വകാര്യ ഇടമായി വിഭാവന ചെയ്യപ്പെടുന്നത് വളരെ സ്വാഭാവികമാണ്. അത് അരാഷ്ട്രീയമായ ഒരു മണ്ഡലമായാണ് പൊതുവിൽ കാണുന്നത്. സ്ത്രീയുടെ കുടുംബത്തിനുള്ളിലെ ഇടത്തെ ഭാര്യ, അമ്മ, ഗൃഹസ്ഥ എന്നീ നിലകളിൽ അരാഷ്ട്രീയമായി കാണുന്ന നിലപാടിലൂടെയാണ് സ്ത്രീയെ അടിച്ചമർത്തുന്നതും അവൾക്കെതിരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നതും. കുടുംബത്തിനുള്ളിൽ നടക്കുന്ന ലിംഗപരമായ ചൂഷണം, അസമമായ തൊഴിൽ വിഭജനം, ലിംഗപദവി നിർണയം എന്നിവയൊന്നും തന്നെ പൊതുമണ്ഡലം ഗൗരവമായി ചോദ്യം ചെയ്യുകയോ രാഷ്ട്രീയ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയോ ചെയ്യുന്നില്ല. സ്വകാര്യ മണ്ഡലത്തിൽ നടക്കുന്ന എല്ലാ അതിക്രമങ്ങളും വ്യവസ്ഥാപരവും ഘടനാപരവുമാണെന്ന് കരോൾ ഹാനിഷ് വ്യക്തമാക്കുന്നു. അതിനാൽ പൊതു സ്വകാര്യം എന്ന നിലയിലുള്ള സാമൂഹ്യ ഇടങ്ങളുടെ വിഭജനം അപ്രസക്തമാണ്. ഈ കാഴ്ചപ്പാട് പരമ്പരാഗത പാശ്ചാത്യ രാഷ്ട്രീയ തത്വചിന്തയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായാണ് രൂപപ്പെട്ടു വന്നത്. സ്വകാര്യമായത് രാഷ്ട്രീയമാണ് എന്നത് ഒരു മുദ്രാവാക്യം എന്നതിനപ്പുറം ഒരു പ്രത്യയശാസ്ത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രത്യയശാസ്ത്രത്തിന് 3 സ്വഭാവ സവിശേഷതകളുണ്ട്. ഒന്നാമതായി, സാമൂഹിക യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാനുള്ള ഉപകരണമാണ് ഒരു പ്രത്യയശാസ്ത്രം. രണ്ടാമതായി, നിലവിലുള്ള അധികാര ഘടനയുടെ വിമർശന ഉപാധിയാണ് പ്രത്യയശാസ്ത്രം. മൂന്നാമതായി, കൂട്ടായ ഇടപെടലിന് നിർദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണത്. ഈ 3 അടിത്തറകളിൽ നിന്ന് പരിശോധിക്കുമ്പോഴും പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നത് കേവലം മുദ്രാവാക്യത്തിനപ്പുറത്ത് ഒരു പ്രത്യയശാസ്ത്രമായി മാറുന്നത് നമുക്ക് കാണാം. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ചൂഷണവും അതിക്രമവും ഒറ്റപ്പെട്ടതല്ലെന്നും സംഘടിതവും ആസൂത്രിതവും
ഘടനാപരവുമാണെന്നും സ്ത്രീ വിമോചനവാദികൾ കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീക്കെതിരെയുള്ള അതിക്രമം ഒരു സ്വകാര്യ പ്രശ്നമല്ല, പൊതുപ്രശ്നമാണ്. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന അനുഭവങ്ങൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. സ്വാഭാവികം എന്ന് നാം കരുതുന്ന തൊഴിൽ വിഭജനങ്ങൾ, ഗാർഹിക ഉത്തരവാദിത്തങ്ങൾ എന്നിവയെല്ലാം തന്നെ സമൂഹം രാഷ്ട്രീയമായി നിർമ്മിച്ചതും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതുമാണ്. സ്ത്രീക്ക് തൻ്റെ ശരീരത്തിനുമേലും ലൈംഗികതയ്ക്കുമേലുമുള്ള അരക്ഷിത ബോധം വ്യക്തിയുടെ മാനസിക പ്രശ്നമല്ല. അത് വികലമായ സംസ്കാരവും മാധ്യമങ്ങളും ചേർന്ന് സൃഷ്ടിക്കുന്നതാണ്. പുരുഷാധിപത്യ കമ്പോള വ്യവസ്ഥ സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിക്കുകയും വിപണന വസ്തുവാക്കി മാറ്റുകയും ചെയ്യുന്നു. രണ്ടാം തരംഗ സ്ത്രീവാദം പറയുന്നു, എൻ്റെ പ്രശ്നം നമ്മുടെ കൂട്ടായ പ്രശ്നമാണ്. അതിന് കൂട്ടായ രാഷ്ട്രീയ പരിഹാരമാണ് ആവശ്യം. അതിലേക്കുള്ള പ്രധാന പടി അവബോധ നിർമ്മാണവും രാഷ്ട്രീയമായ ഐക്യപ്പെടലുമാണ്. സ്ത്രീയുടെ ആത്മനിഷ്ഠാനുഭവങ്ങളെ സാമൂഹിക പരിവർത്തനത്തിനുള്ള രാഷ്ട്രീയ വിജ്ഞാനമാക്കി മാറ്റുകയാണ് വ്യക്തിഗതമായത് രാഷ്ട്രീയമാണ് എന്ന മുദ്രാവാക്യത്തിലൂടെ. രാഷ്ട്രവിജ്ഞാനീയത്തിലെ അടിസ്ഥാന സങ്കല്പങ്ങളായ സ്വാതന്ത്ര്യം, നീതി എന്നീ സങ്കല്പങ്ങളെ കൂടുതൽ വികസ്വരമാക്കിയ രാഷ്ട്രീയ ആശയമാണ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നത്. സ്വകാര്യ ഇടങ്ങളിലെ അധീശത്വങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യവും സാമൂഹികവും രാഷ്ട്രീയവും വൈകാരികവുമായുള്ള തിരഞ്ഞെടുപ്പുകൾക്കുള്ള സ്വാതന്ത്ര്യവും പൊതു നിയമങ്ങളിലൂടെ ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് സ്ത്രീകൾ വാദിക്കുന്നു. നീതി എന്നത് വിഭവങ്ങളുടെ തുല്യ വിതരണം എന്നതിനപ്പുറം പുനരുൽപാദന നീതിയും കരുതലിൻ്റെ നൈതികതയും ഉൾക്കൊള്ളുന്നതാണെന്ന് അവർ വിശദീകരിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസിലെ അടിസ്ഥാന സങ്കല്പങ്ങളായ പോസിറ്റീവ് ലിബർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്നീ ആശയങ്ങളെ കൂടുതൽ വികസിതമായ മേഖലകളിലേക്ക് ആനയിക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ.